മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതകമാണ് പാലക്കാട് വാളയാറിൽ ഉണ്ടായത്. 5 പേരെ പോലീസ് പിടികൂടി. 5 പേർക്കും വ്യക്തമായ സംഘപരിവാർ ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് അറസ്റ്റിലായത്. 3 മണിക്കൂറോളം രാംനാരായണനെ അതിക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു ഭാഗം പോലും ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഈ വിഷയം പരിശോധിക്കുകയാണ് ഈവനിംഗ് ഡിബേറ്റ്. സച്ചിൻ ചേരുന്നു പാലക്കാട് നിന്ന്. സച്ചിൻ, ക്രൂരമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അത്രമാത്രം ഭീകരമായ മർദ്ദനമാണ് രാംനാരായണന് നേരിടേണ്ടി വന്നത്. 3 മണിക്കൂറോളം ആ ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് 15ഓളം പേർ ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിൻ്റെ തലയോട്ടി തൊട്ട് കാൽപാദം വരെ എല്ലാ ഭാഗങ്ങളും മർദ്ദിച്ച് നാമാവിശേഷമാക്കി കളഞ്ഞു. എന്താണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിശദാംശങ്ങൾ? ഷമി, അതിഗുരുതരമായി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ. അതായത് പാലക്കാട് അട്ടപ്പള്ളം, വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണനെ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1 മണിയോട് കൂടെയാണ് മർദ്ദിക്കുന്നത്. അതിൽ പ്രധാനമായും 5 BJP RSS പ്രവർത്തകരാണ് ഇത്തരത്തിൽ മർദ്ദിച്ച് രാംനാരായണനെ കൊലപ്പെടുത്തുന്നത്. 1 മണിക്ക് തുടങ്ങിയ ആക്രമണം നീണ്ടുനിന്നത് 4:30 വരെയാണ്. അത്രയും വലിയ ക്രൂരമായ മർദ്ദനത്തിനാണ് രാംനാരായണൻ ഇരയായത്. വലിയ രീതിയിലുള്ള മർദ്ദനത്തിനൊടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രാംനാരായണൻ. 1 മണി മുതൽ 4:30 വരെ നീണ്ട മണിക്കൂറുകൾ നീണ്ട വിചാരണകൾക്കും മർദ്ദനങ്ങൾക്കും ഒടുവിലാണ് അതിദാരുണമായി രാംനാരായണൻ കൊല്ലപ്പെട്ടത്. പ്രധാനമായും രാംനാരായണൻ്റെ ശരീരത്തിൽ ആദ്യം കൈകളും കാലുകളുമൊക്കെ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു. പിന്നീട് വടിയും പട്ടികയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാംനാരായണനെ മർദ്ദിക്കുന്നു. നെഞ്ഞിലും മുതുകിലും ചവിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ രാംനാരായണൻ രക്തം ഛർദ്ദിച്ചു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് രാംനാരായണൻ എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു RSSൻ്റെയും BJPയുടെയും ക്രിമിനലുകൾ ഇത്തരത്തിൽ രാംനാരായണനെ മർദ്ദിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുമുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാംനാരായണനോട് ഓരോ നിമിഷം കഴിയുന്തോറും താൻ ബംഗ്ലാദേശിയാണോ എന്ന് ആവർത്തിച്ച് ഈ RSS അതേപോലെ തന്നെ BJPയുടെ ക്രിമിനലുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വംശീയ വിദ്വേഷം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ RSSൻ്റെ ആക്രമണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തി അന്വേഷിച്ച് വരികയാണ്. ഇതിൽ ഈ 5 BJPയുടെയും RSSൻ്റെയും പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 5 പേരെയാണ് നിലവിൽ പാലക്കാട് വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം, അതായത് പാലക്കാട് SP ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് രാംനാരായണൻ്റെ കൊലപാതകം അന്വേഷിക്കുക എന്നാണ് പുതുതായി വന്നിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെ ഇനിയും പിടികൂടാനുണ്ട്. സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ രാംനാരായണനെ മർദ്ദിച്ചതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും ഞെട്ടിപ്പിക്കുന്നത് ഈ ബംഗ്ലാദേശിയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് കൊണ്ടുള്ള സംഘപരിവാറിൻ്റെ വംശീയ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകളും പ്രവൃത്തികളും തന്നെയാണ്. അതിനാൽ തന്നെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന മന്ത്രിമാരും പാലക്കാട് നിന്നുള്ള മന്ത്രി MB രാജേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം RSSും BJPയും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തിയിട്ടും അത് പത്രങ്ങളിലൊന്നും വാർത്തയായി വരുന്നില്ല. വെറുമൊരു ആൾക്കൂട്ട കൊലപാതകം. തീർച്ചയായും സച്ചിൻ, അത് തന്നെയാണ് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഘടകം. പാലക്കാട്ടെ ഏറ്റവും ലോക്കലായിട്ടുള്ള അവിടുത്തെ സംഘപരിവാറിൻ്റെ നേതാക്കൾ ഏതാണ്ട് 3 മണിക്കൂറോളം ഒരു മനുഷ്യനെ തടഞ്ഞു വെച്ച് അതിഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. ഒരാൾ പോലും അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ആ കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. എന്നിട്ടും ആ വിഷയത്തിൽ ഈ സംഘപരിവാറിനെ ഒളിച്ചു വെപ്പിക്കാൻ, സംഘപരിവാർ ഇതിലൊന്നും ഇല്ല എന്ന് വരുത്താൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കാണിക്കുന്ന ആ ഒരു ആവേശം സത്യം പറഞ്ഞാൽ
മലയാള മാധ്യമ രംഗത്തിന് ഇതിൽ പരം അപമാനകരമായ മറ്റൊരു കാര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരാളെയും ന്യായീകരിക്കാൻ നമ്മുടെ എണ്ണം പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല.